ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസി നിയമനത്തിലെ ഒത്തുതീർപ്പിന് പിന്നാലെ കേരള സർവകലാശാലയിൽ ഗവർണർക്ക് കീഴടങ്ങി സർക്കാർ. സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ മാറ്റി സർക്കാർ ഉത്തരവിറക്കി. ഭാരതാംബ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്ത ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ പിന്തുണച്ച സർക്കാരും പ്രതിരോധമൊരുക്കി ഇടത് സംഘടനകളും രംഗത്ത് വന്നിരുന്നു. ഡോക്ടർ സിസ തോമസിനെ കേരള സാങ്കേതിക സർവകലാശാലയിൽ വിസിയായി നിയമിച്ചതിനു പിന്നാലെയാണ് കേരള സർവകലാശാലയിലും സർക്കാരിന്റെ കീഴടങ്ങൽ. രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സ്ഥലം മാറ്റി സർക്കാർ ഉത്തരവിറക്കി. ഇനി രജിസ്ട്രാർ സ്ഥാനത്ത് തുടരാൻ താൽപര്യമില്ലെന്നും തന്നെ മാതൃസ്ഥാപനത്തിലേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കണമെന്നും അനിൽകുമാർ ആവശ്യപ്പെട്ടതായി ഉത്തരവിൽ പറയുന്നു. ഇതുപ്രകാരമാണ് ഡോക്ടർ അനിൽകുമാറിനെ തിരികെ DB കോളേജിലേക്ക് പ്രവേശിപ്പിച്ച് ഉത്തരവായത്. ശാസ്താംകോട്ട DB കോളേജിലെ പ്രിൻസിപ്പളായിരുന്നപ്പോഴാണ് ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറായി നിയമിച്ചത്. പിന്നീട് പുനർനിയമനവും നൽകി. ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് കാവിക്കൊടിയേന്ത്യ ഭാരതാംബ വിവാദത്തിന്റെ പേരിൽ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തത്. പിന്നാലെ വലിയ പ്രതിഷേധങ്ങളും നിയമ പോരാട്ടങ്ങളും നടന്നു. സർക്കാരും ഇടത് സംഘടനകളും അനിൽകുമാറിനൊപ്പം നിന്നപ്പോൾ ചാൻസലർ VC മോഹനൻ കുന്നുമേലിനെ പിന്തുണച്ചു. ഒടുവിൽ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിലും തീരുമാനമാകാത്തതിനാൽ അനിൽകുമാർ സസ്പെൻഷനിൽ തുടരുകയായിരുന്നു. വിഷയത്തിൽ പ്രതികരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ ഡോക്ടർ കെ എസ് അനിൽകുമാറോ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളോ തയ്യാറായില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.